കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സ്ത്രീ ശാക്തീകരണം, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള മൂവാറ്റുപുഴ നഗരസഭയുടെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ചു. യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം, ഓപ്പൺ ജിം, മഹാത്മാ അയ്യങ്കാളി പ്രതിമ തുടങ്ങി ഒട്ടേറെ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ബജറ്റ്. ക്ഷേമവികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സ്ത്രീ ശാക്തീകരണം, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള മൂവാറ്റുപുഴ നഗരസഭാ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ കൂടിയായ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സിനി ബിജു അവതരിപ്പിച്ചു. 22,04,600 രൂപ മുൻനിരപ്പും 44,08,13,329 രൂപ വരവും ഉൾപ്പെടെ 44,30,17,929 രൂപ വരവും 43,43,49,529 രൂപ ചെലവും 86,68,400 രൂപ നീക്കിയിരിപ്പുമുള്ള 2023-24 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും 86,68,400 രൂപ മുൻനിരിപ്പും 48,26,98,130 രൂപ വരവും ഉൾപ്പെടെ 49,13,66,530 രൂപ വരവും 48,26,130 രൂപ ചിലവും 87,64,600 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റും ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുന്നു. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PPL എൽദോസ് അധ്യക്ഷത വഹിച്ചു. 86,68,400 രൂപ മുൻനിരിപ്പും 48,26,98,130 രൂപ വരവും ഉൾപ്പെടെ 49,13,66,530 രൂപ വരവും 48,26,130 രൂപ ചിലവും 87,64,600 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. IT മേഖലയിൽ സേവനം ചെയ്യുന്നവരുടെ സൗകര്യാർത്ഥം വർക്ക് അറ്റ് നിയർ ഹോം പദ്ധതി നടപ്പാക്കും. കിഫ്ബിയുടെ സഹകരണത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. മൂവാറ്റുപുഴ നഗരസഭയുടെ ലൈബ്രറി മന്ദിരത്തിൽ ഇതിനായി 3000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന ഭാഗം നീക്കിവെക്കും. കമ്പ്യൂട്ടറുകൾ, വേഗത കൂടിയ ഇന്റർനെറ്റ് സൗകര്യം എന്നിവയടക്കം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നഗരസഭയൊരുക്കും. വർക്ക് അറ്റ് നിയർ ഹോം എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നഗരവാസികളായ IT പ്രൊഫഷണലുകൾക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയും. വിപുലമായ തൊഴിൽമേളയും ഫ്യൂച്ചർ മൂവാറ്റുപുഴ ക്യാമ്പയിനും സംഘടിപ്പിക്കും. മൂവാറ്റുപുഴയാറിനെ മാലിന്യമുക്തമാക്കുന്നതിന് 10 ലക്ഷം രൂപ നീക്കിവെക്കുന്നുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. വയോധികരുടെ മാനസികാരോഗ്യത്തിനും ഉല്ലാസത്തിനും പ്രാധാന്യം നൽകി വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം നിർമ്മിക്കും. ഇതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി പ്രകാരം നഗരസഭയുടെ ഡ്രീംലാൻഡ് പാർക്കിൽ നിന്ന് തൊടുപുഴയാറിന് കുറുകെ തൂക്കുപാലവും പേട്ട മുതൽ കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതയും നിർമ്മിക്കും. ഇതിനായി 4.5 കോടി രൂപ വകയിരുത്തുന്നുണ്ട്. നിലവിലുള്ള പുഴയോര പാതയുടെ നവീകരണത്തിനായി 5 ലക്ഷം രൂപയും നീക്കിവെക്കും. മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ യാഥാർത്ഥ്യമാക്കും. ഗുരുതരമായ മാലിന്യ പ്രശ്നം നേരിടുന്ന മണ്ണാൻകടവ് തോടിന്റെ ശുചീകരണത്തിനും നവീകരണത്തിനുമായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. മൂവാറ്റുപുഴയാറിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് പലരും ഇന്നിപ്പോൾ മൂവാറ്റുപുഴയാറിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം അത് സത്യമാണ്. അപ്പോൾ മൂവാറ്റുപുഴയാറിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി ഏതാണ്ട് 10 ലക്ഷം രൂപ അതിൻ്റെ പ്രാരംഭ നടപടികൾക്കായി നമ്മൾ നീക്കിവെച്ച് മുന്നോട്ട് പോകുന്നു. വർക്ക് അറ്റ് നിയർ ഹോം എന്ന് പറയുന്ന ഒരു മഹത്തായ പദ്ധതി കേരള നോളജ് ഇക്കോണമി മിഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കിഫ്ബിയുടെയും സാമ്പത്തിക സഹായത്തോടെ മൂവാറ്റുപുഴയിൽ ഏതാണ്ട് നമ്മുടെ LIC ബിൽഡിങ്ങിൽ 3000 ചതുരശ്ര അടി മീറ്റർ വരുന്ന ആ സ്ഥലത്ത് മൂവാറ്റുപുഴക്കാരായ IT വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അവിടെ ഇരുന്ന് തൊഴിൽ ചെയ്തെടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ട് വർക്ക് അറ്റ് നിയർ ഹോം പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ സ്കൂളുകളുടെ അടിസ്ഥാനപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുക കണ്ടെത്താൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള തുക നൽകി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു ബസ് സ്കൂൾ എന്നുള്ള ഒരു കാര്യം അത് യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകണം. അതിനുള്ള തുക കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചു. അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം നമ്മുടെ ജനതയുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ബാധ്യത കൗൺസിലിനുണ്ട്. മൂവാറ്റുപുഴയിലെ എല്ലാ സ്കൂളുകളിലും ജിംനേഷ്യം സ്ഥാപിക്കാനും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ മുനിസിപ്പൽ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന മുനിസിപ്പൽ പാർക്കിൽ
കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ കൊള്ളിച്ച ഓപ്പൺ ജിംനേഷ്യമുണ്ട്. അതുപോലെ കാവുങ്കറിൽ ഇക്കുറി ഓപ്പൺ ജിംനേഷ്യത്തിന് തുക നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം തേടുന്നതിനായി നഗരത്തിൽ പുതിയതായി 2 കുടിവെള്ള പദ്ധതികൾക്ക് രൂപം നൽകും. 3-ാം വാർഡിലെ മോളേക്കുടി കുടിവെള്ള പദ്ധതിക്ക് 40 ലക്ഷവും 28-ാം വാർഡിലെ AKG നഗർ കുടിവെള്ള പദ്ധതിക്ക് 27 ലക്ഷവും ഓലിപ്പാറ കുടിവെള്ള പദ്ധതിക്ക് 10 ലക്ഷവും കിഴക്കേക്കര കുടിവെള്ള പദ്ധതിക്ക് 7 ലക്ഷവും വേനലിൽ ടാങ്കറുകളിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് 10 ലക്ഷം രൂപയും വകയിരുത്തുന്നുണ്ട്. നഗരാതിർത്തിയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ടെക്നിക്കൽ സ്കൂൾ ഈ വർഷം യാഥാർത്ഥ്യമാകും. ഓടകളുടെ ശുചീകരണം, ഉറവിട മാലിന്യ സംസ്കരണം, ശുചീകരണ ഉപകരണങ്ങൾ, സ്നേഹാരാമം, ഹരിതകർമ്മസേന, മാലിന്യമുക്ത ക്യാമ്പയിൻ എന്നിവയ്ക്കായി 35 ലക്ഷവും ആസ്പിരേഷണൽ ടോയ്ലറ്റ് നിർമ്മാണത്തിന് 1,27,000 രൂപയും മാലിന്യ സംസ്കരണത്തിന് 6 ലക്ഷവും അഗതി ആശ്രയ പദ്ധതിക്ക് 5 ലക്ഷവും വയോമിത്രം പദ്ധതിക്ക് 15 ലക്ഷവും പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് 18 ലക്ഷം രൂപയും മൂവാറ്റുപുഴയിലെ പൈതൃക പാലം സംരക്ഷണത്തിനായി 3 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. വസ്ത്രമഹാത്ഭുതം, ഗാന്ധി സ്ക്വയർ, മുനിസിപ്പൽ മൈതാനം, തൊടുപുഴ.